ഹലോ സുഹൃത്തുക്കളെ, നമുക്ക് മാടായിപ്പാറ കണ്ടിട്ട് വരാം. അവിടെ ഒരു എക്കോ പാർക്ക് തുടങ്ങി. എങ്ങനെയുണ്ടെന്ന്. ഇത് നമ്മുടെ വടുകുന്ന ശിവക്ഷേത്രത്തിലേക്കുള്ള റോഡാണ്. അപ്പോൾ ഏത് വഴിയാണ് പോകേണ്ടതെന്നൊന്നും ഞാനറിയില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിപ്പം ഈ പാർക്കിലേക്ക് വരുന്നത്. എന്താ പക്ഷി നോക്കിയേ, ഇതൊരു ദേശാടന കിളികളാണ്. ഇതൊരു കൂട്ടമുണ്ട് അപ്പുറത്തെ ഭാഗത്ത്. ഓക്കെ, ഇത് നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കാൻ വേണ്ടി, മാടായിപ്പാറ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ടീം മറ്റേ നമ്മുടെ പുറം നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. ഒരുപാട് അതർ ഡിസ്ട്രിക്റ്റിലെല്ലാം സ്റ്റേറ്റിലെല്ലാം ഒക്കെ നിന്ന് വരുന്ന ഇവിടെ ഭക്തർ വരാറുണ്ട് ഇവിടെ ക്ഷേത്രത്തിലേക്ക്. അവരൊക്കെ വന്ന് വേസ്റ്റ്, ഭക്ഷണത്തിൻ്റെ വേസ്റ്റും കച്ചറകളൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇത് കുറച്ചിപ്പം പോലീസുകാരും ആൾക്കാരും ശ്രദ്ധിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അപ്പം അവർക്ക് അറിയില്ലല്ലോ ഇവിടെ നാടിൻ്റെ അവസ്ഥകൾ. നമ്മൾ അങ്ങനെ കുറച്ച് ഇങ്ങോട്ടേക്ക് വീണ്ടും തിരിച്ചു വരികയാണ് മൊത്തം ഭാഗത്തേക്ക്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ അതിലൂടെയാണ് പോകേണ്ടതെന്ന് വേറെ ഒരാൾ പറഞ്ഞു. നമ്മൾ ഈ ബോർഡൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. നല്ല മാഞ്ഞു പോയിട്ടുള്ളത് ഫ്ലെക്സിലടിച്ചാണ് തോന്നുന്നു. ഇതുവഴി വന്ന് ഇതൊക്കെ കണ്ടോ, നമ്മളെ നാട്ടിലെ ഭംഗി നോക്കും. ഇവിടെ പലതരം സസ്യങ്ങളും ഉണ്ടല്ലോ. ഇത് നമ്മുടെ ശ്രീ വടുകുന്ന ശിവക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിലേക്കാണ് നമ്മളെ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ ക്ഷേത്ര ദർശനത്തിന് വരാറുള്ളത്. വിശേഷ ദിവസമൊക്കെ ഇവിടെ നല്ല ആൾക്കാരുണ്ടാവും. ഇതാണ് നമ്മുടെ എക്കോ പാർക്ക്, ലോങ് സൈറ്റ്. ഇതിപ്പം ക്ഷേത്രത്തിൻ്റെ മുമ്പിലൂടെയുള്ള റോഡിലാണ് പോകേണ്ടത്. അപ്പോൾ ഇതുവഴിയാണ് പോകേണ്ടത്. ഇതാണ് വഴി. പക്ഷേ ഇത് കുറച്ച് വാഹനങ്ങൾ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മഴവെള്ളം നിറഞ്ഞു കിടക്കുന്നുണ്ട്. പിന്നെ റോഡിൽ നിന്ന് നടന്നു പോകുന്നവർക്ക് പ്രശ്നമില്ല. നമ്മളിവിടെ എത്തി. ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത് ഇവിടെ ലോക്കഡാണ്. ഇത് വൈകുന്നേരം 3:30 മണിക്ക് ശേഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വീക്കെൻഡിൽ രാവിലെ മുതലേ ഉണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ പുറത്തുനിന്ന് തന്നെ കുറച്ച് വീഡിയോസ് എടുക്കും. അപ്പോൾ ഇത് ഉദ്ഘാടനം കഴിഞ്ഞത് കഴിഞ്ഞ ശനിയാഴ്ചയാണ്. അന്ന് കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞിരുന്നു നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് വരണം. പക്ഷേ പോകാൻ പറ്റിയില്ല, നല്ല മഴയായിരുന്നു. അതുകൊണ്ട് കുട്ടികളും ആൾക്കാരൊക്കെ അന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് പോയതാണ്. അപ്പോൾ ആരും പറയാതെ പോയതുകൊണ്ട് ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ ആൾക്കാരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 3:30 ശേഷം മാത്രമേ ഇവിടെ ഓപ്പൺ ചെയ്യൂ. അപ്പോൾ നമ്മുടെ പ്രകൃതിയോട് എന്താണ് ഇടപഴകിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് മൊത്തം. ഇവിടെ പ്ലാസ്റ്റിക് ഒക്കെ നിരോധിച്ചിട്ടാണ് ഉള്ളത്. ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം വീഡിയോയിൽ ഒന്നാമത് മഴ ഉണ്ട്, മഴക്കാറ് നല്ല മഴയായിരുന്നു. ഞാനിപ്പോൾ മഴ കുറച്ച് ഇതായിട്ടുള്ള സമയത്താണ് വീഡിയോ എടുത്തത്. കുറച്ച് മഴ നീങ്ങുന്ന സമയം കണ്ടോ. ഇത് നല്ലൊരു കുളം പോലെ, അതായത് എന്താ പറയുക, ഒരു നല്ല പല ഭാഗത്തു നിന്നും വെള്ളം വന്ന് നിൽക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അകത്ത് കയറിയാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ഏത് ഭാഗത്തു നിന്നൊക്കെ വരുന്നത്. ഇതിപ്പോൾ പുറം സൈഡിലൂടെ ഔട്ട് സൈഡിലൂടെ വരുന്ന ഒരു നീരൊഴുക്കാണ് വെള്ളത്തിൻ്റെ. ഇതൊക്കെ അകത്ത് കയറിയാൽ വ്യക്തമായിട്ട് എടുക്കായിരുന്നു. ഞാൻ വേറൊരു ദിവസം വന്ന് ഇതിൻ്റെ ശരിക്കും വീഡിയോ എടുത്തിട്ട് ഞാൻ കാണിച്ചു. ഇതൊക്കെ നല്ല വേനൽക്കാലം നല്ല തണൽ മരങ്ങളൊക്കെ ഉണ്ട്. ഈ പൊൽച്ചെടിയൊക്കെ വേനൽക്കാലം ആകുമ്പോഴേക്കും ഏകദേശം ഉണങ്ങിപ്പോകും. ഇതിപ്പം നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ഇപ്പം മാടായിപ്പാറ. ആ കാണുന്ന പുൽച്ചെടിയൊക്കെ ഇതൊക്കെ ഓണപ്പൂക്കൾക്ക് വേണ്ടിയിട്ട് നല്ല വിരിഞ്ഞു വരേണ്ട സാധനങ്ങളാണ്.
നോക്കണം, ഇത് ദേശാടന പക്ഷികളാണ്. ഇതിൻ്റെ വേറൊരു ടൈപ്പ് ഇതാ നേരെ ഭാഗത്തുണ്ട്. ഇതിൻ്റെ ഒരു കറുത്ത ടൈപ്പ് ഉണ്ട് ഇതിൻ്റെ മറുവശത്ത്. ഇത് ബാക്ക് സൈഡാണ്, നമ്മുടെ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ്. അതിൻ്റെ വേറൊരു വെറൈറ്റിയാണത്, വേറെ വെറൈറ്റി സാധനം. അത് കറുപ്പ്. അങ്ങനെ എല്ലാതരം കിളികളും എല്ലാം, ഒരുപാട് തരം പൂക്കളും. ഇതാണ് നമ്മുടെ ഇനി ഓണത്തിന് വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന പൂക്കളാണിത്. നല്ല നീല കളറുള്ള. ഇതാണ് മാടായിപ്പാറക്ക് ഭംഗി കിട്ടുന്ന സംഭവം. ഫുള്ളായിട്ടുണ്ടാവും, ഇവിടെ കംപ്ലീറ്റ് ഫുൾ വിരിഞ്ഞു നിൽക്കും. ഓക്കെ, തിരിച്ചു വരികയാണ് നമ്മുടെ മുട്ടം ഭാഗത്തേക്ക്. മുട്ടം ഭയങ്കര റൂട്ടാണത്. ഓക്കെ, എല്ലാവരും ഒന്ന് സന്ദർശിക്കുക. നമ്മുടെ നാട്ടിലേക്ക് വെൽക്കം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.